Page number 22, worksheet 11. Let's make hangings. Are there as many flowers in the hangings as given in each box? ഓരോ ബോക്സിലും തന്ന അത്ര ഫ്ലവേഴ്സ് ആ ഹാങ്ങിങ്സിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ, ആ ഹാങ്ങിങ്സിൽ അത്ര തന്നെ ഫ്ലവേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ, നമ്പേഴ്സ് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ടല്ലേ. 9, 5, 7, 6, 8, 6, 7, 8, 9 അങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് ഹാങ് ചെയ്യണമുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ നോക്കൂ, ഫ്ലവേഴ്സിൻ്റെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഇതിന് ഈക്വൽ ആണോ? 9 എന്ന് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ആ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8 ഫ്ലവേഴ്സേ ഉള്ളൂ അല്ലേ. 1 കുറവാണ്. അങ്ങനെ ഓരോന്നിനും നോക്കുക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഈച്ച് ഹാങ്ങിങ് നൗ? ഓരോ ഹാങ്ങിങ്ങിലും, ഓരോ തൂക്കിക്കിടക്കണയിലും എത്ര ഫ്ലവേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൗണ്ട് ചെയ്തിട്ട് എഴുതാലോ. ഫസ്റ്റ് വണ്ണിൽ എത്ര ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിരുന്നു അല്ലേ, 8 അല്ലേ. അപ്പോൾ 8 എന്ന് എഴുതുക. നെക്സ്റ്റ് എത്രയാണ്? 4 അല്ലേ, 4 എന്ന് എഴുതുക. നെക്സ്റ്റ് 5 ആണ്, 5. നെക്സ്റ്റ് 2. നെക്സ്റ്റ് എത്രയാ? 6. നെക്സ്റ്റ് 0, ഒന്നും വരച്ചിട്ടില്ല അല്ലേ. ദെൻ നെക്സ്റ്റ് 3. നെക്സ്റ്റ് 7. നെക്സ്റ്റ് എത്രയാണ്? 9 ഉണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഡ്രോ ദ ഫ്ലവേഴ്സ് ടു മാച്ച് ദ നമ്പർ ഗിവൺ ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് ഹാങ്ങിങ്. ഓരോ ഹാങ്ങിങ്ങിൻ്റെയും മുകളിലായിട്ട് ഓരോ നമ്പർ എഴുതിയിട്ടില്ലേ, ആ നമ്പർ എഴുതിയതിന് തുല്യമാവാൻ വേണ്ടിയിട്ട് അത്രയും ഫ്ലവേഴ്സ് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? നമുക്ക് 9 എന്നാണ് അവിടെ നമ്പർ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഫ്ലവേഴ്സ് എത്രയാണ് ഹാങ് ചെയ്തിട്ടുള്ളൂ? 8 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഫ്ലവറും കൂടിയും വരച്ച് ചേർക്കണം. നെക്സ്റ്റിൽ നമുക്ക് എത്ര വരച്ച് ചേർക്കണം നിങ്ങൾ പറയൂ? 4 ഫ്ലവേഴ്സേ ഉള്ളൂ അല്ലേ. 5 അല്ലേ വേണ്ട? എത്ര വേണം? അപ്പോൾ 4ൻ്റെ കൂടെ ഒരു 1 കൂടിയും വേണ്ടേ 5 ആവാനായിട്ട്. അപ്പോൾ 1 ഫ്ലവർ നമ്മൾ വരയ്ക്കണം. നെക്സ്റ്റ് നോക്കൂ, 7 ആണ് നമ്പർ. എത്ര ഫ്ലവേഴ്സാണ് നോക്കൂ? 1, 2, 3, 4, 5 ഫ്ലവേഴ്സ് ആണല്ലേ. ഇനി എത്രയും കൂടി നമ്മളപ്പോൾ വരയ്ക്കണം? 2 ഫ്ലവേഴ്സ് വരയ്ക്കണം. നെക്സ്റ്റ് നോക്കൂ, 6 ആണ് നമ്പർ. 2 ഫ്ലവേഴ്സ് ആണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മളിനി എത്രയും കൂടിയും വരയ്ക്കണം? 2 കഴിഞ്ഞാൽ 3, 4, 5, 6, 4 എണ്ണം വരയ്ക്കണ്ടേ. 4 ഫ്ലവേഴ്സ് വരയ്ക്കുക. നെക്സ്റ്റ് നോക്കൂ, 3, 6 ആണല്ലേ. 8 ആണ് നമ്പർ. എത്ര ഫ്ലവേഴ്സാണ്? 6 ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇനി എത്രയും കൂടി വരയ്ക്കണം 8ലേക്ക് ആവാൻ? 2 അല്ലേ. 2 ഫ്ലവേഴ്സ് വരയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 ഫ്ലവേഴ്സും അവിടെ വരയ്ക്കണം. നെക്സ്റ്റിൽ 3 ഫ്ലവേഴ്സാണ്. നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇനി എത്ര വരയ്ക്കണം? 4 വരയ്ക്കണം. 4 ഫ്ലവേഴ്സ് വരയ്ക്കുക. നെക്സ്റ്റ് നോക്കൂ, 8 ആണ് നമ്പർ. 7 ഫ്ലവേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എന്തും കൂടിയും വരയ്ക്കണം? 1 ഫ്ലവറും കൂടിയും വരയ്ക്കണം. നെക്സ്റ്റ് 9 ആണ് നമ്പർ. 9 ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്നും വരയ്ക്കാനില്ല. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. റൈറ്റ് ദ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് യു ആഡഡ്. നിങ്ങൾ എത്ര ഫ്ലവേഴ്സ് നമ്മൾ വരച്ച് ചേർത്തില്ലേ, അത് എത്ര എന്നുള്ളത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എത്ര ഫ്ലവേഴ്സ് നമ്മൾ വരച്ചത്? 1 അല്ലേ. നെക്സ്റ്റും 1. നെക്സ്റ്റ് 2. നെക്സ്റ്റ് 4. നെക്സ്റ്റ് 2. നെക്സ്റ്റ് 6. ദെൻ 4, 1. അടുത്ത ഇതിൽ നമ്മൾ ഒന്നും വരച്ചില്ലല്ലോ, അപ്പോൾ 0. പേജ് നമ്പർ 23, വർക്ക്ഷീറ്റ് 12. ഹൂ ആം ഐ? ഞാൻ ആരാണ്? കളർ ദി പിക്ചർ ഓഫ് ദ നമ്പർ ദാറ്റ് ഗീവ്സ് ദ ആൻസർ ഇൻ ഈച്ച് ബോക്സ്. ഇവിടെ നമുക്ക് കണ്ടോ, ചോട്ടിൽ കുറേ നമ്പേഴ്സിൻ്റെ പിക്ചേഴ്സ് പോലെ തന്നിട്ടുണ്ട്. കണ്ടോ, കണ്ണൊക്കെ വരച്ച് കൈയൊക്കെ വരച്ചിട്ട് കണ്ടോ, 1 നിൽക്കണോ, 2 നിൽക്കണോ, കണ്ടോ 3 ഒക്കെ നിൽക്കണോ, കണ്ടോ. അതിൽ ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പേഴ്സിൻ്റെ പിക്ചറുകൾക്ക് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ ചോട്ടിൽ നമുക്ക് റിഡിൽ പോലെ തന്നിട്ടുണ്ട്. റിഡിൽ എന്ന് പറഞ്ഞാൽ കടങ്കഥ. ആ കടങ്കഥയ്ക്ക് കണ്ടോ അവർ ഇത് നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടോ. I have 2 ones എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്ത് കളറിലാണ്? ഗ്രീൻ അല്ലേ. അപ്പോൾ ആ കടങ്കഥയ്ക്ക് ഉത്തരം കിട്ടുന്ന നമ്പറിന് ആ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടോ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? I have 2 ones. I am half of 4. Tell me who am I? ഇവിടെ എന്ത് ഗ്രീൻ കളറിലല്ലേ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം കിട്ടുന്നത് ഏത് നമ്പറാണോ ആ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രീൻ കളറ് കൊടുക്കുക.
ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് എന്താ പറഞ്ഞിരിക്കാൻ നോക്കൂ. ഐ ഹാവ് 2 ones. എനിക്ക് 2 ഒന്നുകളുണ്ട്. ദെൻ ഐ ആം ഹാഫ് ഓഫ് 4. ഞാൻ 4ൻ്റെ പകുതിയാണ്. ടെൽ മീ ഹൂ ആം ഐ. പറയൂ ഞാൻ ആരാണെന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഹാവ് 2 ones പറഞ്ഞാൽ 1ഉം 1ഉം അല്ലേ. 2 ones എന്ന് പറഞ്ഞാൽ 1ഉം 1ഉം ചേർന്നത് എന്താ 2 അല്ലേ. അപ്പോൾ 2-ലല്ലേ 2 ones ഉള്ളത് അല്ലേ. ദെൻ എന്താ പറഞ്ഞിരിക്കുക, ഞാൻ 4ൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 4ൻ്റെ പകുതി പറഞ്ഞാൽ എത്രയാണ് വരിക, 2 അല്ലേ. ഇനി അടുത്തത് നോക്കൂ. 3 behind, 5 in front, I am in the middle, who am I? എന്താ പറഞ്ഞിരിക്കുന്നത്, 3 എണ്ണം പുറകിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ, 5 in front 5 എണ്ണം മുമ്പിൽ, ഐ ആം ഇൻ ദ മിഡിൽ, ഹൂ ആം ഐ ഞാൻ നടുവിലാണ്, ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്പറിൻ്റെ പിക്ചേഴ്സ്, നമുക്ക് നമ്പേഴ്സിൻ്റെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടില്ലേ. ഏത് വരെയുള്ള നമ്പേഴ്സാണ്, ഏത് വരെയാ 9 വരെയുള്ള നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ 3 behind എന്ന് പറയുമ്പോൾ 4ൻ്റെ ബാക്കിലല്ലേ 3 നമ്പേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ 4ൻ്റെ മുമ്പിലല്ലേ 5 നമ്പേഴ്സ് ഉള്ളത്. 9 വരെ നോക്കുകയാണെങ്കിൽ 4 കഴിഞ്ഞാൽ 5, 6, 7, 8, 9 5 നമ്പർ ഉണ്ടല്ലേ 4ൻ്റെ മുമ്പിൽ 9 വരെ. അപ്പോൾ ഏത് നമ്പറാണ് അത്, 4 അല്ലേ. അപ്പോൾ 4ന് നിങ്ങൾ കളർ ചെയ്യുക. ദ നെക്സ്റ്റ് നോക്കൂ. ഐ ആം ബിഗ്, ഐ ആം ബിഗ് ഞാനാണ് വലുത്, ഞാനാണ് വലുത്. 2, 4, 7 and 8 സ്റ്റാർട്ട്സ് ഫൈറ്റിംഗ്. 2ഉം 4ഉം 7ഉം 8ഒക്കെ അടിപിടി കൂടാൻ തുടങ്ങി. ഹൂ ഈസ് ദ ബിഗ്ഗസ്റ്റ് എമോങ് ദം? ഇതിലേറ്റവും വലുത് ആരാണ്, ആരാ വരിക? 2 ആണോ, 4 ആണോ, 7 ആണോ, 8 ആണോ? 8 അല്ലേ. 8ന് കളർ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ. വെൻ 1 ഈസ് ആഡഡ് ഐ ആം 6. ദെൻ വെൻ 1 ഈസ് ലെഫ്റ്റ് ഐ ആം 4. 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഞാൻ 6 ആകും. 1 കുറച്ചാൽ ഞാൻ 4 ആകും. അപ്പോൾ ആരാത്, 5 അല്ലേ. 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ 6 കിട്ടുക. 5ൽ നിന്ന് 1 പോയാലല്ലേ 4 കിട്ടുക. അപ്പോൾ ഏതാ നമ്പർ, 5 അല്ലേ. 5ന് നിങ്ങൾ കളർ ചെയ്യൂലോ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. പേജ് നമ്പർ 24, വർക്ക്ഷീറ്റ് 13. ലെറ്റ്സ് മേക്ക് ആൻ അബാക്കസ്. Anvida is drawing birds in abacus in different ways to make each one 10. You can also draw, then write the number. അൻവിത അബാക്കസിൽ ബെഡ്സ് എന്ന് പറഞ്ഞാൽ മുത്തുകൾ വരച്ച് ചേർക്കുകയാണ്. അത് വേറെ വേറെ രീതിയിലാണ് വരയ്ക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ഓരോന്നും എത്ര ആക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോന്നും 10 ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, മുത്തുകൾ വരച്ച് ചേർക്കുകയാണ് അബാക്കസിൽ. നിങ്ങൾക്കും വരയ്ക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. യു ക്യാൻ ആൾസോ ഡ്രോ ദെൻ റൈറ്റ് ദ നമ്പർ. എന്നിട്ട് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആദ്യത്തിൽ നോക്കൂ, ഒരു മുത്ത് ഒരു സൈഡിൽ, അടുത്തത് കണ്ടോ 9 9 മുത്തുകൾ വേറെ സൈഡിലിരിക്കുന്ന കണ്ടോ. ഇതിപ്പോൾ 1 + 9 എന്താ 10. ഇങ്ങനെ 10 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, 2 ബഡ്സ് ഒരു സൈഡിലേക്ക് ആക്കുക. ബാക്കി എത്ര ബഡ്സ് ഉണ്ടാവും, ഒരുമിച്ചുണ്ടാവും. എത്ര ബഡ്സ് വേണം വരച്ച് ചേർക്കാനായിട്ട്, 8 അല്ലേ. അപ്പോൾ 2 + 8 ആണ് 10 എന്ന് അപ്പുറത്ത് എഴുതുക. ബാക്കി ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിക്ചറിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചോട്ടിൽ തന്നിരിക്കുന്നത്, മാച്ച് ദ സെയിം നമ്പേഴ്സ്. ഒരേപോലത്തെ നമ്പേഴ്സ് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, 7 + 1 എത്രയാണെന്ന് സൈഡിൽ എഴുതി വയ്ക്കുക. 7 + 1 എത്രയാണ്, 8 അല്ലേ. അപ്പോൾ 8 എന്ന് എഴുതുക. 6ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 9 അല്ലേ വരിക. 9 എന്ന സൈഡിൽ എഴുതി വയ്ക്കുക. ദെൻ 4 + 6 എത്രയാണ് വരിക, 10 അല്ലേ. 10 സൈഡിൽ എഴുതി വയ്ക്കുക. 5 + 1 എത്രയാണ്, 6 അല്ലേ. 6 എന്ന് എഴുതുക. 3 + 2 എത്രയാണ്, 5. അങ്ങനെ 5 എന്ന് എഴുതുക. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കൂ, 1 + 4 5 അല്ലേ. 5 എന്ന് എഴുതുക. 5 + 3 എത്രയാണ് വരിക, 8. 1 + 8 എത്രയാണ്, 9. 7 + 3 എത്രയാണ് വരിക, 10 അല്ലേ. 10 എന്ന് എഴുതുക. 1 + 5 എത്രയാണ്, 6 എന്ന് എഴുതുക. ഇനി ഇത് ഒരേപോലത്തെ നമ്പേഴ്സ് തമ്മിൽ ഒരു ലൈൻ വെച്ചിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, ഇതങ്ങനെ വാക്ക് ആൻഡ് വാക്കിലെ ആക്ടിവിറ്റി കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം.